You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different, man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro, don't waste your time no more. Who the fuck are you to tell me what to do? I don't give a damn if you say you disapprove. I'm gonna make my move, I'm gonna make it soon. And I'll do it cause it's what I wanna fucking do. Cause all these opinions and all these positions, they come in millions, they blocking your vision. But no, you can't listen, that shit is all fiction. Cause you hold the power as long as you're dreaming. കൊറേ നേരമില്ലേ ഇപ്പൊ പോവോ? അവര് ഇനി വന്ന് ബില്ലൊക്കെ തന്നാലേ പോകാൻ പറ്റുള്ളൂ. സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഞാൻ അവിടെ കൊണ്ട് ഇറക്കിയിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ബില്ല് തന്നതിന് ശേഷം നമ്മൾ പോകും. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ചിലതെല്ലാം നമ്മളിലേക്ക് താനെ എത്തിച്ചേരേണ്ടതാണ്, എന്നാൽ മറ്റു ചിലത് നാം നേടിയെടുക്കേണ്ടത്. എത്തിച്ചേരേണ്ടത് സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തും. നേടിയെടുക്കേണ്ടത് സമയം കഴിയുന്നതിന് മുന്നേ നേടിയെടുക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുപ്പൂർ മാർക്കറ്റിലുള്ള ഒരു ആളുടെ ചിത്രമാണ് ഈ പ്രാവശ്യ എപ്പിസോഡിൽ എനിക്ക് വരയ്ക്കാൻ തോന്നിയത്. ആ തോന്നുന്നതിനൊരു കാരണമുണ്ട്. കാരണം ഇയാൾ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റില്ല. ഒരുപക്ഷെ ഞങ്ങൾ പെട്ടുപോയി. ബാക്കി അത് എപ്പിസോഡിൽ കാണുമ്പോൾ മനസ്സിലാവും. ഹലോ, ഇപ്പോൾ സമയം ഒരു 6:30-7 മണി ആയിക്കാണും. നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലേക്ക് പ്രവേശിക്കുന്നു. ഈ കാണുന്നതാണ് ഇതിന് തൊട്ടടുത്തായിട്ടാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വരുന്നത്. നമ്മളത് താണ്ടി അടുത്ത ടോൾ ജംഗ്ഷനിലോട്ട് എത്താം. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ള ഒരു വണ്ടിക്കാരൻ, 1-2-3 വണ്ടികളുണ്ട് കേട്ടോ, അതിനകത്തൊരു വണ്ടിക്കാരൻ നമുക്കറിയാം. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് തിരുപ്പൂർ ഈ ലൊക്കേഷനിലേക്ക് ലോഡ് ഇറക്കാൻ പോണത്. അറിയാമല്ലോ, ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടൂല. കാരണം ഗൂഗിൾ മാപ്പ് ഇടവഴിയായിരിക്കും. ഈ വണ്ടി എവിടെയെങ്കിലും ചെന്ന് നിന്ന് ലോക്കായി പിന്നെ ഇത് ക്രെയിൻ എടുത്ത് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. സോ ഇതിന് മുന്നേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ആ ലൊക്കേഷനിൽ എത്താൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചുള്ള ഇതൊരു പതിവ് വിളിയാണ്. പക്ഷേ ഈ പ്രാവശ്യം വിളിയിൽ ഒരാളും കൂടി ഉണ്ട് കാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന പാത്തു, ഞങ്ങളുടെ ഏറ്റവും ഇളയ 3ാമത്തെ മകള്. 3 മാസം ആയിട്ടുള്ളൂ അവൾക്ക്. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഡാഡിയും അവളെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ സാധാരണ ഇങ്ങനത്തെ യാത്രകളിൽ ചെയ്യുമ്പോൾ മൊബൈൽ കുഞ്ഞുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ടോള് റീചാർജ് ചെയ്യാനും ഇത് അല്ലാത്ത പേയ്മെൻറ്റുകൾ റീചാർജ് ചെയ്യാനൊക്കെയാണ്. കുഞ്ഞു ഡാഡിയുടെ മൊബൈലിൻ്റെ പാസ്വേഡ് തുടങ്ങി ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ നമ്പർ വരെയും കാണാപ്പാടോ കുഞ്ഞു. അപ്പോൾ കുഞ്ഞുമാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. എൻ്റെ കയ്യിൽ തരയുമില്ല. അപ്പോൾ ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടി കുഞ്ഞുവിൻ്റെ കയ്യിൽ കൊടുത്തേക്കണേ. ഇനി കൺഫർമേഷൻ, ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടും പുറകിലുള്ള കൂടെയുള്ള വണ്ടിക്കാരനെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ വണ്ടി ഓടിച്ച് സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വണ്ടിക്കാരൻ നമ്മളെ കവർ ചെയ്ത് ഫ്രണ്ടിലോട്ട് കവർ ചെയ്യുകയും ചെയ്തു. ഈ വണ്ടിയാണ് കേട്ടോ നമ്മൾ നോക്കുന്ന വണ്ടി. ഇനി ഈ വണ്ടിയുടെ പുറകെ ആയിരിക്കും നമ്മൾ പോകാൻ പോണത്. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ഇന്ന് കാലത്തെ എനിക്കൊരു അമളി പറ്റി. കാലത്തെ എഴുന്നേറ്റിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഫ്ലാസ്കിൽ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ഈ ഫ്ലാസ്കിലെ വെള്ളം എടുത്ത്
കുടിക്കുകയും എൻ്റെ ചുണ്ട് തിളച്ച വെള്ളമായിരുന്നു. തലേ ദിവസം കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന വെച്ചാൽ ഫ്ലാസ്കിലെ വെള്ളം എടുത്ത് കുടിക്കുകയും എൻ്റെ ചുണ്ടും നാക്കും പൊള്ളുകയും ചെയ്തു. ഭാഗ്യം എന്ന് പറയാലോ, വലിയ രീതിയിൽ പൊള്ളലേറ്റില്ല, എൻ്റെ ചുണ്ടുകൾ മാത്രമേ പൊള്ളിയുള്ളൂ. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചില ഏരിയയിൽ എൻ്റെ ചുണ്ടുകൾ വെളുത്തിരിക്കുന്നുണ്ട്. അത് ഞാൻ പേസ്റ്റ് തേച്ച് വെച്ചേക്കണേ കാലത്തെ പൊള്ളൽ കൊണ്ടതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഫാക്ടറിയിലോട്ട് എത്തി കേട്ടോ, ഗോഡൗണിലോട്ട് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് വണ്ടി ആദ്യം ചെയ്യേണ്ടത്, ഈ ലോഡുള്ള വണ്ടി ആദ്യം വെയിറ്റ് നോക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അതുപോലെ അതിനുവേണ്ടി വണ്ടി ഞങ്ങളെല്ലാവരും ഇറങ്ങി ഡാഡി കൊണ്ട് വണ്ടി ആ വെയിറ്റ് നോക്കുന്ന വേ ബ്രിഡ്ജിലേക്ക് വണ്ടി കയറ്റിയിടും. അങ്ങനെ കാലത്തെ ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സമയം ഒരു ഉച്ചയായി, 1:30 ആയിരുന്നു. തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. കൂടുതൽ സ്വാമിമാരാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നത് വെച്ചാൽ. ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഇച്ചിരി പാടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് തമിഴ്നാട്ടിൽ ചെന്നാൽ അറിയാമല്ലോ, തമിഴ്നാട്ടിൽ തൊട്ട് മുന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു നല്ല ഹോട്ടലിൽ കയറിയിരുന്നു, ലോക്കൽ. അതുപോലെ ഇത് കുറച്ച് ഹൈഫൈ ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. എന്നാൽ വലിയ വിലയും റേറ്റൊന്നുമില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് ഊണ് കഴിക്കാം എന്നുള്ള രീതിയിൽ, അവിടുത്തെ പച്ചരി ചോറിൻ്റെ ഊണ് കഴിക്കാം എന്നുള്ള രീതിയിൽ ചെയ്തു. അങ്ങനെ കുഞ്ഞിനോട് പറഞ്ഞ്, എടാ ഇല ഒന്ന് കഴുകിടാന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ച് ഇല ഒന്ന് കഴുകി. അപ്പോഴേക്കും ഭക്ഷണം വന്നു. നല്ല വെളുത്ത പച്ചരി ചോറും അതേപോലെ തന്നെ രസവും സാമ്പാറും അവിയലുമായിട്ടുള്ള കറികളുമായിട്ടുള്ള ഇത് വന്നു. എൻ്റെ ഇലയിലോട്ട് അത് ഇടുമ്പോഴേ എനിക്ക് നല്ല ചൂടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഈ അരി സത്യത്തിൽ അധികം ഇഷ്ടമല്ലെങ്കിൽ പോലും ഇങ്ങനെ സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ അരികൾ നമുക്ക് കഴിച്ചല്ലേ പറ്റും. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാത്ത ഊണ് എന്നേ പറയാനുള്ളൂ. അതങ്ങനെ ഭയങ്കര നല്ല ഊണൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഊണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കുന്ന തിരുപ്പൂർ തുണി ഫാക്ടറികളിൽ നിന്നോ തുണി ഹോൾസെയിൽ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വന്ന് കുറച്ച് തുണികൾ മേടിക്കണം. അങ്ങനെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കാത്തു നിന്ന് അവിടെ നിന്ന് KSRTCയുടെ ഒരു ബസ്സിൽ കയറി. You gotta take control, life's too short. Get out of your head, make a better life instead. You gotta give it all your best. So put your hands up to the sky and live your best life, alright. Don't just let it go by, just try, oh my. Got only one life, got only this time. We gonna get it right. You gotta let go of those who don't belong in your tribe. So cut the bad out of your life. Yeah, do it one time. You gotta work till you're winning. Yeah, take control of the system. When you invest, it's addicting. No time to rest, let's go get it. Not gonna stop till I'm finished. Not gonna drop to my limits. Deep in my chest, I'm inhaling. Believe in testing and failing. You gotta flip everything in your mind. Take the limiting thoughts and turn them into your why. Prove to yourself you're worth it. You deserve it. Push past all the hurt and find your purpose. You got ഈ ഇരിക്കുന്ന മനുഷ്യനാണ് ഞങ്ങൾക്ക് നേരത്തെ ഈ സ്റ്റോപ്പ് പറഞ്ഞു തരാൻ വേണ്ടി. ഈ ക്യാമറയും സ്റ്റിക്കും കണ്ടപ്പോൾ അയാൾക്കൊരു അത്ഭുതം, അമ്പോ ഇതെന്തൊന്നാടാ എന്നുള്ളത്. അപ്പോൾ എന്നോട് ചോദിക്കാം. അപ്പോൾ ഞാൻ ഇത് ക്യാമറ സിനിമയൊക്കെ പിടിക്കാൻ പറ്റുമോ? നമ്മൾ സിനിമയൊക്കെ പിടിക്കാൻ പറ്റും, വേണമെങ്കിൽ നല്ലത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചും കൂടി ദൂരമുണ്ട് മറ്റേ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഹോൾസെയിലായിട്ടുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ റീറ്റെയിലായിട്ട് ഇതേപോലത്തെ റീറ്റെയിലും ഹോൾസെയിലും കിട്ടുന്ന ഷോപ്പുകൾ അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത് സത്യത്തിൽ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ആ തിരുപ്പൂർ ബസ് സ്റ്റാൻഡിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡ് കേട്ടോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ആദ്യം ഒരു കടയിൽ കയറി കഴിഞ്ഞ് അപ്പോൾ ആ കടയിൽ ഇതുപോലത്തെ ഇത് കണ്ടെങ്കിൽ അത് എന്തോ എനിക്കത്ര തൃപ്തിയായില്ല. ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി വേറെ കടകൾ അന്വേഷിച്ച് പതുക്കെ നടന്നു. അങ്ങനെ ഈ അന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷമായതിൻ്റെ ക്ഷീണം ഇതൊക്കെ ആയിരിക്കാം. ഒരു കടകൾ പോലും തുറന്നിട്ടുണ്ടായിരുന്നൊക്കെ നോക്കിയാൽ ഇത് ശരിക്കും പറഞ്ഞാൽ തിരക്ക് കൊണ്ട് നിൽക്കേണ്ട സ്ട്രീറ്റുകളാണ് ഇതെല്ലാം. പക്ഷെ ആൾക്കാരും ഇല്ല, ആരും ഇല്ലാത്ത ഒരു
വിജനമായിട്ട് നിൽക്കുന്ന സ്പേസ്. കുഞ്ഞുന്റെ അല്ലേ അത്? അങ്ങനെ കണ്ടപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ടിലൊക്കെ ഒരു കടയിൽ കണ്ടേയും ആ കടയിൽ 3 എണ്ണം മേടിച്ചു കഴിഞ്ഞാൽ 3 എണ്ണത്തിന് 500 രൂപ എന്നുള്ളൊരു നമ്പർ കണ്ട് കയറിയതാണ്. ആ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട്. അതിനകത്ത് നല്ലത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 എണ്ണം ലാഭം. അങ്ങനെ ഞാൻ 3 ബനിയനും എടുത്ത് 3 ടീഷർട്ട് എടുത്തപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നി. ഞാൻ സ്ഥിരം ഇടുന്ന പോലത്തെ ബ്ലാക്കും ഇതേപോലത്തെ തന്നെ 3 എണ്ണം എടുത്ത് എനിക്ക് 500 രൂപ കിട്ടുകയും ചെയ്യും. കുഴപ്പമില്ലാത്ത കളക്ഷനിൽ നിന്ന് ഒരു നല്ല 3 എണ്ണം 530 കിട്ടി. നമ്മുടെ നാട്ടിൽ ഒരൊറ്റ ബനിയാൻ എടുക്കണതിൻ്റെ പൈസ എനിക്കൊന്ന് ഒരു ബനിയാൻ തന്നെ നല്ല റേറ്റ് ആയിട്ട് വരും. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. കാരണം 3 ബനിയാൻ 530 രൂപക്ക് ഭയങ്കര ലാഭവും. ഇതെന്താണ് ഇത്? വേസ്റ്റ് അല്ലേ? വേസ്റ്റ് തുണിയല്ല. വേസ്റ്റ് തുണിയില്ലേ? അങ്ങനെ ഫോട്ടോ എടുക്കട്ടെ. കുഞ്ഞവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഇത് ന്യൂ ഇയർ ആയതുകൊണ്ട് ആൾക്കാരൊന്നും വന്ന വഴിക്ക് ഇതുപോലെ ഈ മനുഷ്യൻ ഇങ്ങനെ ഇത് ഓൺ ചെയ്ത് തുണി കീറിയിട്ട് ഇങ്ങനെ എറിയുന്നത്. അപ്പം ഞാൻ എൻ്റെ കൗതുകത്തിന് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ വേസ്റ്റുകൾ ഈ തുണികൾ കളക്ട് ചെയ്തിട്ട് കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കും. ഇതാണ് അയാളുടെ. അങ്ങനെ എനിക്ക് ഉള്ള കുറച്ച് ഡ്രസ്സ് കിട്ടി. ഇനി കുഞ്ഞുവിനുള്ള ഡ്രസ്സ് കിട്ടണം. ഒരു കടകളും എങ്ങും തോന്നില്ല. ദൈവമേ ഇത് മേടിക്കാണ്ട് എങ്ങനെ വീട്ടിൽ പോയിക്കാൻ അവനെന്നെ കൊല്ലും. അങ്ങനെ ഇരിക്കലും ഈ MGRൻ്റെ ഫോട്ടോ കണ്ട് MGRനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കട കിട്ടണേ എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയി. മാർക്കറ്റിൻ്റെ അകത്ത് വെച്ച് വഴിതെറ്റി നിൽക്കുമ്പോഴാണ് ഈ വ്യക്തിയെ കാണുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഈ പുള്ളി വേസ്റ്റ് തുണികൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ എന്താ പറയുക ഗ്രൈൻഡിങ് മെഷീനിൽ തുണികൾ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ചോദിച്ചപ്പോൾ പുള്ളി ഞങ്ങളെ പറഞ്ഞു വിട്ടു. എന്താ ഞാൻ പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായില്ല, പുള്ളി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ പുള്ളിനോട് കാര്യം ചോദിച്ചു. പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് 1-ാം തീയതിയാണ് തുറക്കില്ല. അതുമല്ല വഴി തെറ്റി നല്ല ഉള്ളിലോട്ട് പോവുകയും ചെയ്തു. ഈ പുള്ളിയാണ് സത്യം പറഞ്ഞ് ഞങ്ങളെ സഹായിച്ചത്. വേറെ തൊട്ടടുത്തുള്ള കടയിൽ വിളിച്ചു പറയുകയും ആ കടകൾ തുറന്ന സ്ഥലത്തോട്ട് എത്തിക്കുകയും സഹായിക്കുകയും ആ കടയിൽ എത്തിപ്പെടുകയും തുണി എടുക്കാനൊക്കെ സഹായിച്ചത് ഈ പുള്ളിയായിരുന്നു. ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയിരുന്നു പുള്ളിയുടെ ഈ പ്രാവശ്യം.